നമ്മുടെ ഈ ഒരു ലോകത്ത് ഒരുപാട് നിഗൂഢതകളുണ്ട്. അതിൽ ഭൂരിഭാഗം നിഗൂഢതകളും ഇന്നും ഉത്തരം കിട്ടാതെ തുടർന്നുകൊണ്ടേയിരിക്കാം. നിഗൂഢത നിറഞ്ഞ മനുഷ്യര്, നിഗൂഢത നിറഞ്ഞ സ്ഥലങ്ങള്, വസ്തുക്കള്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഒരു ഭൂമിയിലുണ്ട്. എന്നാൽ നിഗൂഢത നിറഞ്ഞ ഒരുപാട് ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ അതുപോലത്തെ 5 ഫോട്ടോസാണ് നമ്മൾ ഇന്നൊരു വീഡിയോ കൂടി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകും. 1924 കാലിഫോർണിയയിൽ നിന്നിട്ട് ഒരു ഓയിൽ ടാങ്ക് SS വാട്ടർ ടൗൺ എന്ന് പേരുള്ള ഒരു ഓയിൽ ടാങ്ക് പുറപ്പെടുകയാണ്. എന്നാൽ യാത്രക്കിടയിൽ ആ ഒരു കപ്പലിലുണ്ടായിരുന്ന 2 പേര് മരണപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. യാത്ര ദുരൂഹമായ രീതിയിലായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ശരീരം കപ്പൽ വെക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ ഉത്തരവ് ആ 2 ശരീരവും കടലിലേക്ക് എറിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കപ്പൽ പിന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ ജോലിക്കാരും ക്യാപ്റ്റനും എല്ലാവരും തന്നെ ഒരു നെറ്റിക്കുന്ന ഒരു കാര്യം കാണാം. അതെന്താന്ന് വെച്ചാൽ ദൂരെ ഏതോ 2 ശരീരം എന്ന് വെച്ചാൽ ഏതോ 2 ആൾക്കാർ ഇവരുടെ കപ്പലിൽ നോക്കുന്നത് പോലെ കടലിൽ കിടക്കുന്നതായിട്ടായിരുന്നു ഇവർ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ 2 ശരീരം ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നലെ മരിച്ച 2 പേരെ പോലെ തന്നെ ആയിരുന്നു അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവരപ്പം തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു നോക്കാം. കടലിലുള്ള എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വരാം. അതെങ്ങനെയാണ് ഇന്നലെ മരിച്ച് കടലിലേക്ക് എറിഞ്ഞ 2 പേരുടെ ശരീരവും നമ്മുടെ കപ്പല് ഒരുപാട് ദൂരം സഞ്ചരിച്ചു വന്നിട്ടും ഒരുപാട് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചു വന്നിട്ടും അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്? കടലായത് കൊണ്ട് തന്നെ അങ്ങനെ 2 ശരീരം വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ അതെന്താണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് പല പല രീതിയിലായിട്ടായിരിക്കും പല പല സ്ഥലങ്ങളിലേക്കായിരിക്കും ഒഴുകിപ്പോയിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരിക്കലും ഒരുമിച്ച് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇനി അവർ മരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ആയിരിക്കില്ല അവരുടെ ശരീരം ആ കടലിൽ കിടക്കുന്നുണ്ടാവുക. ഈ ഒരു ഫോട്ടോയെ പറ്റിയിട്ടും ഇന്നും ഒരുപാട് നിഗൂഢതകളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോട്ടോ ഇറങ്ങിയ സമയത്ത് ഇതിന്റെ പുറകിൽ ഒരുപാട് പല പല കഥകളും ഉയർന്നു വരാണ്. പക്ഷെ ഒന്നിനും ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ഇന്നു വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയിപ്പോ അത് അവര് തന്നെ ആയിരിക്കും. 1969 മേബാൽ ജിനി എന്ന സ്ത്രീ തന്റെ ഭർത്താവ് കാറിൽ പോകാൻ എന്ന് വെച്ചാൽ അമ്മയുടെ ശവകുടീരത്തിലേക്ക് കാറിൽ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ്. ഈ ഒരു ഫോട്ടോ അവർ ആദ്യം എടുത്ത സമയത്ത് അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് പ്രിന്റ് ചെയ്ത് കിട്ടിയപ്പോൾ അവർ നെറ്റിപ്പോയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ഭർത്താവ് ഇരിക്കുന്ന കാറിന്റെ പുറകിൽ മറ്റൊരാൾ ഇരിക്കുന്നതായിട്ട് ഇവർ കാണാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ വീണ്ടും നെറ്റിപ്പോയാണ്. മരിച്ചുപോയ തന്റെ അമ്മയായിരുന്നു പുറകിൽ ഇരിക്കുന്നതായിട്ട് ഇവരത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോ കള്ളമാണോ സത്യമാണോ ഒന്നും അറിയില്ലെങ്കിലും ആ ഒരു ഫാമിലി ഇത് സത്യമാണ് ഉറപ്പിച്ച് തന്നെ പറയാണ്. ഈ ഒരു ഫോട്ടോയെ പറ്റിയിട്ട് ഒരുപാട് കഥകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ഈ ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല. ഇംഗ്ലണ്ടിലെ നോർത്ത് യോർക്ക്ഷയറിലെ ഒരു പള്ളിയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അറ്റത്ത് ഒരു അവ്യക്തമായിട്ടുള്ള നല്ല ഉയരം കൂടിയ ഒരു നീര് പോലും എന്തോ അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഫോട്ടോയുടെ പിന്നിലും ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവസാനം ഈ ഒരു ഫോട്ടോ സത്യമാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. കാരണം ഒരു വലിയൊരു ശാസ്ത്രജ്ഞൻ ഈ ഒരു ഫോട്ടോയെ പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ ഇത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഒരു ഫോട്ടോ എടുത്ത ആള് പറയുന്നത് ഈ ഒരു ഫോട്ടോ എടുത്തതിനു ശേഷം തനിക്ക് പിന്നെ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഫോട്ടോ ഇന്നും ഒരു നിഗൂഢതയായിട്ട് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. 1936 കൺട്രി ലൈഫ് മാഗസിനിൽ വന്ന ഒരു ഫോട്ടോ ആണിത്. ഈ ഒരു ഫോട്ടോയിൽ ഒരു മാനുഷികമായിട്ടുള്ള എന്തോ സ്റ്റെപ്പിൽ നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുന്നതായിട്ടോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോയുടെ പിന്നിലും ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു അമാനുഷിക ശക്തി ചിലപ്പോൾ ഡൊറോത്തി വാൾപോൾ ആവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ബ്രൗൺ ലേഡി. ഈ ഡൊറോത്തി വാൾപോളിനെ തന്നെ നമ്മൾ ബ്രൗൺ ലേഡി എന്നും വിളിക്കാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീ ഭൂരിഭാഗ സമയത്തും ഒരു ബ്രൗൺ കളർ ആയിട്ടുള്ള വസ്ത്രമായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. ഡൊറോത്തി വാൾപോൾ തന്നെ ചതിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് സ്വന്തം ഭർത്താവ് ഈ ഒരു സ്ത്രീയെ എല്ലാ നേരവും ഒരു അലമാരിയുടെ അകത്ത് പൂട്ടിയിട്ട് വരും. അവസാനം ആ ഒരു അലമാരി തന്നെ കിടന്നിട്ടായിരുന്നു ഡൊറോത്തി വാൾപോൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഏതൊരു വ്യക്തി ഡൊറോത്തി വാൾപോളിന്റെ ആത്മാവിനെ കാണുകയും അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആണെന്നാണ് ഈ ഒരു ഫോട്ടോയെ പറ്റി പറയുന്നത്. ഈ ഒരു ഫോട്ടോ സത്യമാണോ കള്ളമാണോ ഒന്നും അറിയില്ലെങ്കിലും ഇന്നേ വരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ഈ ഒരു ഫോട്ടോയെ പറ്റിയിട്ട് ഇന്ന് വരെ കിട്ടിയില്ല. 1950 കാലഘട്ടത്തിൽ കൂപ്പർ ഫാമിലി എന്ന് പറയുന്ന ഒരു കുടുംബം ഒരു പുതിയ വീടെടുത്തിട്ട് അങ്ങോട്ട് താമസം മാറുക. അവിടെ ആദ്യത്തെ ദിവസം തന്നെ അവിടുത്തെ അമ്മായിയമ്മയും അമ്മയും കുട്ടികളും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവർക്ക് അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ആ ഒരു ഫോട്ടോ എടുത്തു നോക്കിയപ്പോൾ ഇവരെല്ലാവരും തന്നെ നെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു.
വേറൊന്നല്ല, ഇവരിയ്ക്കുന്നതിന്റെ പുറകിൽ ഏതൊരു വ്യക്തി തൂങ്ങിക്കിടക്കുന്ന പോലെ ഇവർ കാണുക. ഏതൊരു വ്യക്തി തൂങ്ങിക്കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ആരോ വീഴുന്നത് പോലെയൊക്കെ. ഈ ഒരു ഫോട്ടോയും ഫേക്ക് ആണ്, ഇത് നിർമ്മിച്ചെടുത്താണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലരൊക്കെ പറയുന്നത് ഈ ഒരു ഫോട്ടോ ചിലപ്പോൾ ഡബിൾ എക്സ്പ്ലോഷൻ ആയിരിക്കും എന്നാണ്. ഇതെന്താന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്തരമായിട്ടുള്ള രണ്ട് ഫോട്ടോകൾ മിക്സഡ് ആയി പോകുന്നു. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ ഒരു ക്യാമറയിൽ മുമ്പെങ്ങോ എടുത്ത ഏതൊരു ഫോട്ടോ ആയിട്ട് ഈ ഒരു പുതിയ ഫോട്ടോ മിക്സഡ് ആയി കാണുമെന്നാണ് ചിലരൊക്കെ പറയുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഇതിനും ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ആർക്കും ഈ ഒരു ഫോട്ടോ തെറ്റാണെന്ന് ഇന്നേ വരെ പ്രൂവ് ചെയ്യാനും കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ കമന്റ് ഇഷ്ടപ്പെട്ട ലൈക്കാനും ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്കാനും ഒരിക്കലും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. മുൻപത്തെ പുനർത്തല അടിപൊളി വീഡിയോസുകൾ സെറ്റ് ആക്കിയിട്ട് വരുന്നവരെ